മിശിഹായിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ ദിവസം തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. ഈ വചനഭാഗത്തിലെ 48-ാം വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് മറിയത്തെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത്? 3 കാര്യങ്ങളാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. 1, മറിയം തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സന്തോഷങ്ങളുടെയും മഹത്വം ദൈവത്തിന് കൊടുത്തു. 2, മറിയം ദൈവത്തിൽ മാത്രമാണ് സന്തോഷം കണ്ടെത്തിയത്. 3, എളിമയുടെ ഒരു ജീവിതമാണ് പരിശുദ്ധ കന്യകാമറിയം നയിച്ചത്. അതുകൊണ്ട് ദൈവം അവളെ സന്ദർശിച്ചു. അതുകൊണ്ടാണ് മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത്. പ്രിയ സഹോദരരെ, ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്ന് ഈ ലോകം മുഴുവനും എന്നെപ്പറ്റി പറയാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈ 3 കാര്യങ്ങളും നമ്മളും ചെയ്യണം. 1, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളുടെയും മഹത്വം ദൈവത്തിന് കൊടുക്കണം. 2, ദൈവത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തണം. 3, എളിമയുടെ ഒരു നല്ല ജീവിതം നയിക്കണം. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.